ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമുക്ക് ഇപ്പോൾ ബജാജ് RBL കാർഡിൽ നമുക്കിപ്പോൾ ലിമിറ്റ് ഇൻക്രീസ് ഓഫർ വന്നിട്ടുണ്ട്. ശരിക്കും നമ്മൾ ലിമിറ്റ് ഇൻക്രീസ് ഓഫറിനെ കുറിച്ച് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എത്ര കാലം കഴിയുമ്പോഴാണ് ലിമിറ്റ് ഇൻക്രീസ് ഓഫർ വരിക, ഓഫർ വന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെ അത് വരുത്താം, പിന്നെ എങ്ങനെയാണ് നമ്മൾ ലിമിറ്റ് ഇൻക്രീസ് ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ 2 ചാനൽ കാണാതെ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടാ. പിന്നെ എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും അപ്ലോഡ് കൊടുക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, പേജ് ഫോളോ അടിക്കാത്തവർ ഫോളോ ചെയ്യുക. എല്ലാത്തിൻ്റെ ലിങ്ക് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തിട്ട് ചെക്ക് എടുത്താൽ മതി. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് പോയി ഞാൻ അവിടെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാം. നമുക്ക് ആക്ച്വലി അവരുടെ സൈഡിൽ നിന്ന് ഒരു മെസ്സേജ് വരും, നമുക്ക് മെസ്സേജ് ആയിട്ടും വരും, ഇമെയിലായിട്ടും വരും. ഒഫീഷ്യൽ നമ്മുടെ RBLൻ്റെ സൈഡിൽ നിന്ന് തന്നെ വരിക, അല്ലാണ്ട് നമ്പറൊന്നും അല്ല വരിക കേട്ടോ. നോർമൽ നമ്പറൊന്നും അല്ല, RBLൻ്റെ ഒഫീഷ്യൽ നമ്പർ എന്താ പറയുക, മെസ്സേജ് ആയിട്ടാണ് വരിക. RBL ബാങ്കിൽ നിന്ന് വരിക. അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടോടെ കാണിച്ചു തരാം. ഒരു നമ്പറിലേക്ക് മിസ് കോൾ അടിക്കാനും പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി അവരുടെ My RBL എന്ന് പറഞ്ഞ ആപ്പിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ നോട്ടിഫിക്കേഷനിൽ പോയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. എനിക്ക് ഓഫർ വന്നത് 50,000 എക്സ്ട്രാ ഓഫറാണ് വന്നത്. അതായത് എനിക്ക് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് 1,02,000 സംതിങ് ആയിരുന്നു ലിമിറ്റ്. ആക്ച്വലി RBLൻ്റെ ബജാജ് കാർഡിൻ്റെ പഴയ കാർഡാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 5 കൊല്ലോ 6 കൊല്ലോ ഒക്കെ ആയെന്ന് തോന്നുന്നുണ്ട്. ഈ ബജാജിൻ്റെ RBL കാർഡ് ഭയങ്കര ലിമിറ്റ് ഇൻക്രീസ് ഓഫർ തരുന്നത് ഭയങ്കര പാടാണ് കേട്ടോ. കിട്ടാൻ ഭയങ്കര പാടാണ് ബജാജിൻ്റെ കാർഡിന് ലിമിറ്റ് ഇൻക്രീസ് ഓഫർ കിട്ടാൻ. എനിക്ക് ഇപ്പോൾ ഈ 6 കൊല്ലമായിട്ട് കിട്ടിയത് തന്നെ മൂന്ന് പ്രാവശ്യമാണ് കിട്ടിയത്. മൂന്നാമത്തെ ഞാൻ അവരോട് ചോദിച്ചിട്ടൊന്നുമല്ല, ഇത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. നമുക്ക് സിബിൽ സ്കോർ ഇമ്പ്രൂവ്മെൻറ്റ് ശരിക്കും എൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഇത്രയും കാലം ഏറ്റവും ലിമിറ്റ് കുറഞ്ഞ വൺ ഓഫ് ദ കാർഡ് എന്ന് വേണമെങ്കിൽ പറയായിരുന്നു. 1 ലക്ഷം ഉണ്ടാകുന്നുള്ളൂ. ഇപ്പോൾ ഇത് 1.5 ലക്ഷം ആയിട്ട്. ഇപ്പോൾ നമ്മുടെ കോട്ടക് ബാങ്കിൻ്റെ കാർഡിൻ്റെ ഒക്കെ ലിമിറ്റ് ആയിട്ട് എനിക്കത്. അപ്പോൾ പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ബേസിക് കാർഡാണ്. എനിക്ക് ആദ്യം കിട്ടിയത് 999 ഒരു കാർഡായിരുന്നു, പ്ലാറ്റിനം പ്ലസ് ഞാൻ പിന്നെ അത് ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മളത് ഡൗൺഗ്രേഡ് ചെയ്തിട്ട് വാല്യൂ പ്ലസ് എന്നൊരു കാർഡാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ അവരെ എല്ലാ കാർഡുകളും ഓൾമോസ്റ്റ് ഒരേ ബെനിഫിറ്റ് സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ വലിയ കാര്യമൊന്നുമില്ല ഹൈ എൻഡ് കാർഡ് എടുത്തിട്ട്. ഇവരാണെങ്കിൽ നമ്മൾ ഏജൻസി ത്രൂ ആണ് വിളിക്കുന്നത്, നമ്മളത് എപ്പോഴും ഹൈ എൻഡ് കാർഡ് അവർ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനീഷ്യലി നമ്മളത് എടുത്തിട്ട് പിന്നെ 1 കൊല്ലം കഴിഞ്ഞിട്ട് ഡൗൺഗ്രേഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് ജസ്റ്റ് അവരെ എന്താ പറയുക സൂപ്പർ കാർഡ് സർവീസ് @RBLbank.com ഒരു ഇമെയിൽ ID അതിലേക്ക് വെറുതെ മെയിൽ അയച്ചാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആയിക്കോളും. നമുക്ക് പുതിയ കാർഡ് ഒരു 2 ആഴ്ചയുടെ കിട്ടും ചെയ്യും. നമുക്കത് റിഫ്ലക്റ്റ് ആവുകയും ചെയ്യും, നമ്മുടെ ആപ്പിൽ റിഫ്ലക്റ്റ് ആവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ മെസ്സേജ് വന്ന നമ്പറിലേക്ക് മിസ് കോൾ അടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇൻക്രീസ് ചെയ്യിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആപ്പിൽ പോയിട്ടും നമുക്ക് തന്നെ വേണമെങ്കിൽ ഇൻക്രീസ് ചെയ്യിക്കാം കേട്ടോ. സംഭവം ഓരോ പോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് നിങ്ങൾ കണ്ടായിരിക്കും. ആപ്പിൽ നമുക്ക് നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ടായിരിക്കും, പിന്നെ മെസ്സേജ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. ചിലവർക്ക് ഇമെയിലും വരാറുണ്ട്. എനിക്ക് അതിന് മുമ്പ് വന്നപ്പോൾ ഇമെയിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് ഇമെയിൽ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ മെസ്സേജ് ഒന്നും നോക്കാണ്ട് തന്നെ ആപ്പിൽ പോയിട്ട് തന്നെ ഡയറക്റ്റ് ചെയ്യായിരിക്കും ഏറ്റവും ബെസ്റ്റ് പരിപാടി. എന്ന് വെച്ചാൽ ഇപ്പോൾ മെസ്സേജ് കുറേ ഡ്യൂപ്ലി പരിപാടി സംഭവം നടക്കുന്നുണ്ടല്ലോ. പിന്നെ ഈ കോൾ അടിച്ചിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് എന്തായാലും പോകാൻ പോകുന്നില്ല. ലിങ്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്താ പറയുക അതിൽ കൂടെ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ലിങ്കും ത്രൂവും വരാറുണ്ട് കേട്ടോ. ഒഫീഷ്യൽ RBLൻ്റെ സൈഡിൽ നിന്ന് ലിങ്ക് ത്രൂവും വരാറുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും സേഫ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് നിങ്ങളുടെ ആപ്പിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓഫർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്പിൽ എന്തായാലും വന്നിരിക്കും. അത് ഒന്നെങ്കിൽ നോട്ടിഫിക്കേഷൻ എവിടെയെങ്കിലും വന്ന് കിടക്കണമായിരിക്കും. അപ്പോൾ അതിൽ നോക്കിയിട്ട് അത് അക്സെപ്റ്റ് ചെയ്യായിരിക്കും ഏറ്റവും ബെസ്റ്റ് സേഫ് ആയിട്ടുള്ള പരിപാടി കേട്ടോ. അപ്പോൾ RBL കാർഡിൻ്റെ എങ്ങനെ നമുക്ക് ഇപ്പോൾ നോർമലി നമുക്കിപ്പോൾ ലിമിറ്റ് ഇൻക്രീസ് ഓഫർ വന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നോർമലി ഇതെല്ലാ കാർഡിനും സെയിം തന്നെയാണ്. നിങ്ങളൊരു മിനിമം നോർമലി മിക്ക എല്ലാ കാർഡുകൾക്കും ഒരു 8 മാസം 6 to 8 മാസത്തിനുള്ളിൽ നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോർമലി ക്രെഡിറ്റ് ലിമിറ്റ് ഇൻക്രീസ് ഓഫർ വരുന്നതാണ്. ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മുടെ കാർഡ് യൂസേജ്, നമ്മുടെ സിബിൽ സ്കോർ, അതൊക്കെ നോക്കിയിട്ടാണ് യൂട്ടിലൈസേഷൻ റേഷ്യോ അതൊക്കെ നോക്കിയിട്ടാണ് ഓഫർ വരിക. ഇതൊക്കെ നിങ്ങൾക്ക് നല്ലോണം ഉണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ലിമിറ്റ് ഇൻക്രീസ് ഓഫർ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ ഇമെയിലിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഇൻകം പ്രൂഫ് സംഭവങ്ങളൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിമിറ്റ് ഇൻക്രീസ് ഓഫർ മാനുവലായിട്ടും വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അത് എല്ലാ ബാങ്കുകൾക്കും സെയിം ആണ്. ഇപ്പോൾ RBLന് മാത്രമല്ല എല്ലാ ബാങ്കിനും സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എൻ്റെ ഏറ്റവും ഫാസ്റ്റത്തെ കാർഡാണ് ശരിക്കും എൻ്റെ ഈ RBLൻ്റെ ബജാജ് കാർഡ്. എന്ന് വെച്ചാൽ ഞാൻ ബജാജിൻ്റെ EMI കാർഡ് യൂസറായിരുന്നു. അത് ത്രൂ എനിക്ക് 1 കൊല്ലം അത് യൂസ് ചെയ്തപ്പോൾ കഴിഞ്ഞപ്പോൾ കിട്ടിയതായിരുന്നു. വിത്തൗട്ട് ഇൻകം പ്രൂഫ് സംഭവമായിട്ട് കിട്ടിയതൊരു കാർഡായിരുന്നു അത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ കാർഡാണ്, അതുകൊണ്ട് തന്നെ എനിക്കത് ക്ലോസ് ചെയ്യാനും പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മുടെ സിവിൽ സ്കോർ ഏറ്റവും പഴയ 2 കൊല്ലമൊക്കെ കഴിഞ്ഞ കാർഡുകൾ ക്ലോസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ സ്കോറിന് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതൊരു നെഗറ്റീവാണ്. അപ്പോൾ അത് അങ്ങനത്തെ പഴയ കാർഡുകൾ ഉണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. മാക്സിമം ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക, ക്ലോസ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ നിങ്ങൾ ഓൾറെഡി കണ്ട് സംഭവം, നമ്മുടെ മെസ്സേജും സംഭവങ്ങളൊക്കെ കണ്ടും ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ 2 ചാനലുകൾ അതിലൂടെ കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ കാണാം.